വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് CPO എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഇത് 2025 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇതിലെ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ്, അതായത് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ പഠിക്കുന്നത്. CPO എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? എങ്ങനെയാണ്? 50 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുന്നതാണ്. പിന്നെ 10 ചോദ്യം മലയാളം, 10 ചോദ്യം ഇംഗ്ലീഷ്, 10 ചോദ്യം മാത്സ്, പിന്നെ 20 ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ ടോപ്പിക്സ്. അങ്ങനെയാണ് ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഇതിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അതെനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് 20 ചോദ്യങ്ങൾ, അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഓപ്ഷൻ ബി ആയില്യം തിരുനാൾ. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആയില്യം തിരുനാളിൻ്റെ കാലത്ത്. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് എനിക്കുള്ളൊരു ക്ലൂ ആണ് കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ നാള് ആയില്യമാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെ ഈ വഴക്കൊക്കെ ഉണ്ടാകുമ്പം പണ്ടാരം എന്ന് വിളിക്കുന്ന ഒരു ശീലമുണ്ട്. മീൻസ് വലിയ സീരിയസ് ആയിട്ടൊന്നും അല്ല, ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പണ്ടാരത്തിനെയും കൊണ്ട് തോറ്റു എന്ന് പറയും. അപ്പം പുള്ളിക്കാരിയുടെ നാള് ആയില്യാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഓർക്കുന്നത്. പണ്ടാരപ്പാട്ട വിളംബരം, പണ്ടാരം, സിസ്റ്റർ, ആയില്യം, അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഓർത്ത് വയ്ക്കാൻ വല്ല ക്ലൂ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളും ഈ ക്ലൂ വെച്ച് തന്നെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, റഷ്യൻ വിപ്ലവം നടന്ന വർഷം? ഓപ്ഷൻ ഡി 1917. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1ഉം 3ഉം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. അതായത് 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ്. ഇത് തെറ്റാണ്. കാരണം 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് കേട്ടോ. സൂററ്റല്ല, മീററ്റാണേ. ഓർത്ത് വെച്ചോണം, PSC മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മീററ്റ്. കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതാവ് കൺവർ സിംഗ് ആയിരുന്നു. കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതാവ് കൺവർ സിംഗ് അല്ല, നാനാ സാഹിബായിരുന്നു. കാൺപൂരിൽ നാനാ സാഹിബായിരുന്നു. നാനാ സാഹിബ്. നാനാ സാഹിബ്. അപ്പം കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതാവ് നാനാ സാഹിബായിരുന്നു. ബീഹാറിലെ വിപ്ലവത്തിൻ്റെ നേതാവായിരുന്നു കൺവർ സിംഗ്. ഓർത്തു വെച്ചോണേ, ബീഹാറിലെ വിപ്ലവത്തിൻ്റെ നേതാവായിരുന്നു കൺവർ സിംഗ്. അപ്പോൾ ഒന്നുകൂടി പറയാം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവനകൾ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിൽ എന്നാണ്. അത് തെറ്റാണ്. 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലായിരുന്നു. അടുത്തത്, കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതാവ് കൺവർ സിംഗ് ആയിരുന്നു. കാൺപൂരിലെ വിപ്ലവത്തിൻ്റെ നേതാവല്ല കൺവർ സിംഗ്. കാൺപൂരിലെ വിപ്ലവത്തിൻ്റെ നേതാവ് നാനാ സാഹിബായിരുന്നു. ബീഹാറിലെ വിപ്ലവത്തിൻ്റെ നേതാവാണ് കൺവർ സിംഗ്. ഓക്കെ, ഇനി ഇവിടെ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് 2ഉം 4ഉം ആണ്. അതും കൂടെ പഠിച്ചു വെച്ചോണേ, അതൊന്ന് പറയാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ II ആയിരുന്നു.
അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഓർത്തു വെച്ചോണേ, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. ഡൽഹിയിലെ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടായിരുന്നു. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ഓപ്ഷൻ ബി വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ഇത് ഏത് വർഷമാണ് നടപ്പിലാക്കിയെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. 1798 കേട്ടോ. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയത് 1798. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? ഓപ്ഷൻ സി 3 ശരി. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഓപ്ഷൻ ഡി 3 ശരി. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം. ഓപ്ഷൻ എ 1 ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ചിനാബ്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിനാബ് നദിയിൽ. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി 4 മാത്രം. കാർവേ കമ്മിറ്റി. അതായത് ഈ കാർവേ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത് ചെറുകിട വ്യവസായങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. കാർവേ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത്
ചെറുകിട വ്യവസായങ്ങളുടെ വികസനം, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാർവേ കമ്മിറ്റി. അത് 1955 രൂപീകരിച്ചത് കേട്ടോ. കാർവേ കമ്മിറ്റി രൂപീകരിച്ചത് ചെറുകിട വ്യവസായങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് 1955 ഓർത്തു വെച്ചോണം കേട്ടോ. അതും PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ കാർവേ കമ്മിറ്റിയെ പറ്റി PSC പരീക്ഷകളിൽ മുമ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുകിട വ്യവസായങ്ങളുടെ, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് 1955 രൂപീകരിച്ചതാണ് കാർവേ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? കാർവേ കമ്മിറ്റി. ഇനി ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ് ഈ തന്നിരിക്കുന്നതിൽ? അത് 1, 2, 3 അതായത് 1991 ആരംഭിച്ചു ആഗോളവൽക്കരണം നരസിംഹം റിപ്പോർട്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ 1991 ആരംഭിച്ചു ആഗോളവൽക്കരണം നരസിംഹം റിപ്പോർട്ട്. ഓക്കെ, ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ഓപ്ഷൻ ഡി ഗോതമ്പ്. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ഗോതമ്പിൻ്റെ. നെല്ലിൻ്റെ ശാസ്ത്രനാമം PSC എപ്പോഴും ചോദിക്കാറുണ്ട്, അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോ. ഒറൈസ സറ്റൈവ. നെല്ലിൻ്റെ ശാസ്ത്രനാമം ഒറൈസ സറ്റൈവ കേട്ടോ. അപ്പോൾ ട്രിറ്റിക്കം ഈസ്റ്റിവം ഗോതമ്പ്, ഒറൈസ സറ്റൈവ നെല്ല്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ സ്ഥാനം 4ാമതായിരുന്നു. ഓർത്ത് വെച്ചോണേ, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ സ്ഥാനം 4ാമത്. അപ്പോൾ ഇവിടെ ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. ഓക്കെ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി 2 ശരിയല്ല. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ ആരംഭിക്കുന്നത് 1960കളുടെ മധ്യത്തിലാണ്. അതായത് 1966-67 കാലഘട്ടത്തിലാണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് 1960കളുടെ മധ്യത്തിലാണ്. അതായത് പ്രധാനമായിട്ടും 1966-67 കാലഘട്ടത്തിലാണ് കേട്ടോ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ ബി 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഇത് മിക്ക PSC പരീക്ഷകളിലുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രം. വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം
പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 അത് ഇന്ത്യയിൽ പൂർണ്ണമായും നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 അത് പൂർണ്ണമായും നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ഓക്കെ, അതെപ്പോഴും ബേസിക് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ ഡി, അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി, വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി, 324. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറിയത്. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറിയത്. ഓർത്തു വെച്ചോണം, 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറിയത്. ഓക്കെ, ഇപ്പോൾ ഭരണഘടനയുടെ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. ഇതും തെറ്റാണ്. ഇപ്പോൾ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വത്തവകാശം നിലനിൽക്കുന്നത്. ഓർത്തു വെച്ചോണം, ഇപ്പോൾ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വത്തവകാശം നിലനിൽക്കുന്നത്. അപ്പം നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഏതൊക്കെയാണ്? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറിയത്. ഇപ്പോൾ ഭരണഘടനയുടെ 200A വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. ഇത് രണ്ടും തെറ്റാണ്. എന്താണ് കറക്റ്റ്? ഓർത്തു വെച്ചോണം, 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറിയത്. ഇപ്പോൾ ഭരണഘടനയുടെ 300A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. ഇനി ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഇവിടെ 3ാമത്തെ പ്രസ്താവനയാണ്. അതൊന്ന് നോക്കാം. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി, 1989 61ാം ഭേദഗതി. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1989 61ാം ഭേദഗതി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഓപ്ഷൻ ബി, ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഇത് ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി, 1ഉം 2ഉം മാത്രം. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ.
1994 കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ 186, 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ: 1994 കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ 186, 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം: ഓപ്ഷൻ എ 2007 മെയ് 4. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1994 ഏപ്രിൽ 23. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1994 ഏപ്രിൽ 23. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഹീമോസോയിൽ. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഹീമോസോയിൽ. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്: ഓപ്ഷൻ ബി എലീസ. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എലീസ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ബയോപ്സി ക്യാൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, ക്യാൻസർ. പാപ്പ് ടെസ്റ്റ് ഇത് ഗർഭാശയമുഖ ക്യാൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് സർവിക്കൽ ക്യാൻസർ കേട്ടോ. മലയാളത്തിൽ പറയുമ്പോൾ അത് ഗർഭാശയമുഖ ക്യാൻസർ. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോണേ. അപ്പോൾ HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എലീസ, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്, ബയോപ്സി ക്യാൻസർ, പാപ്പ് ടെസ്റ്റ് ഗർഭാശയമുഖ ക്യാൻസർ. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിന്: ഓപ്ഷൻ എ IgA, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ആണ്. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ: ഓപ്ഷൻ ബി ഇൻസുലിൻ ഗ്ലൂക്കഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഇൻസുലിന്, ഗ്ലൂക്കഗോണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ: ഓപ്ഷൻ എ HPV. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ABCD. ഏതൊക്കെയാണ്? ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറാഗ്ലാനിസ് അബ്ദുൽ കലാമി, പാഞ്ചിയോഭുജിയ, എനിഗ്മ ചന്ന ഗൊല്ലം. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറാഗ്ലാനിസ് അബ്ദുൽ കലാമി, പാഞ്ചിയോഭുജിയ, എനിഗ്ചന്ന ഗൊല്ലം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം? ഓപ്ഷൻ ബി വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്.
കാരണം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് ഓപ്ഷൻ സി കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. താഴെ പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഓപ്ഷൻ എ സ്പേസ് എക്സ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി 7 മുകളിൽ. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്രയാണ്? 7 മുകളിൽ. അറ്റോമിക സംഖ്യ 23 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഓപ്ഷൻ സി ഡി ബ്ലോക്ക്. അറ്റോമിക സംഖ്യ 23 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഡി ബ്ലോക്ക്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? ഓപ്ഷൻ എ 5. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 5. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഓപ്ഷൻ ബി നിക്രോം. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? നിക്രോം. രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2 and 3 ശരി. രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ: പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ബി സാഹിത്യമഞ്ജരി 4ാം ഭാഗം. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി? ഓപ്ഷൻ ബി നളചരിതം ആട്ടക്കഥ. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി നളചരിതം ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 3 മാത്രം തെറ്റ്. തെറ്റായ പ്രസ്താവന: രോഹിത് ശർമ്മയെ ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തു. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന: രോഹിത് ശർമ്മയെ ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി 3 മാത്രം ശരി. ശരിയായ പ്രസ്താവന: 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. ശരിയായ പ്രസ്താവന: 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിലെല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. അതിൽ റീസെൻ്റ്ലി നടക്കുന്ന എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീ, പിന്നെ അത് പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും വെച്ച് മാർക്ക് ചെയ്ത PDFകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അല്ലാതെയും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ്, GK ഇതിൻ്റെയൊക്കെ നോട്ട്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. PDF ആയിട്ട് അല്ലെങ്കിൽ പോലും ഫോട്ടോ ഒക്കെ ആയിട്ടും PDF ആയിട്ടും പല രീതിയിലും കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും
ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എല്ലാ രീതിയിലും. അപ്പോൾ അതിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. PDF ഈ നോട്ട്സ് കൊടുക്കുന്നത് കൂടുതലും PDF ആയിട്ടല്ല, PDF ആയിട്ടും കൊടുക്കാൻ നോക്കാം ഇനി. സാധാരണ കൊടുക്കുന്നത് കാരണം തൊഴിൽ വാർത്തയിലും PSC ബുള്ളറ്റിനിലുമൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സിൻ്റെയൊക്കെ ഫോട്ടോ എടുത്താണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.